മുൻ കേന്ദ്രമന്ത്രി മാധവറാവു സിന്ധ്യയുടെ 81ാമത് ജന്മവാർഷിക ദിനത്തിന്റെ ഭാഗമായി മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തളാപ്പ് മാധവറാവു സിന്ധ്യ ആശുപത്രിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. അനുസ്മരണ പ്രഭാഷണത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ട്രസ്റ്റ് സെക്രട്ടറി ജയ്സൺ. കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സിന്ധ്യയുടെ 81ാം ജന്മവാർഷിക ദിനമാണ് നമ്മളിവിടെ ഇന്ന് ആഘോഷിക്കുന്നത്. മാധവറാവു സിന്ധ്യയുടെ പ്രവർത്തനങ്ങളും അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചൊക്കെ ഇവിടെ എൻ്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും കൃത്യമായി അറിയുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ 24 വർഷമായി നമ്മൾ ഇത്തരത്തിലുള്ള ജന്മദിനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരമദിനവും ഒക്കെ നമ്മളിവിടെ ആഘോഷിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം, കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ അടുത്ത ഒരു ആത്മബന്ധമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ച 2001 സംഘടിപ്പിച്ച ആ പരിപാടി കഴിഞ്ഞ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പോയതിന് ശേഷം ആണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചെന്ന് നമുക്കറിയാം. അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങോട്ട് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാവരും നമ്മളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ചരമദിനവും അതുപോലെ ജന്മദിനവും ഒക്കെ ആഘോഷിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്തു വരുന്നതാണ്. ഒരു തികഞ്ഞ ഒരു മതേതരവാദി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം കൃത്യമായി ഈ രാജ്യത്തിന്റെ നിലനിൽപ്പും രാജ്യത്തിന്റെ മതേതരത്വവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആ ഒരു വ്യക്തിത്വത്തിന്റെ നഷ്ടം നമുക്ക് ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. AICയുടെ വ്യോമയാന മന്ത്രിയായിരുന്നുകൊണ്ട്, അതുപോലെ തന്നെ AICCയുടെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട്, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിരുന്നുകൊണ്ട്, രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും ഒക്കെ സുസ്ഥിരമായ ഒരു സേവനം നടത്തിയാണ് മാധവറാവു സിന്ധ്യ നമ്മളെ വിട്ടുപിരിഞ്ഞത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഇനി ഒരുപാട് കാലം, ഇപ്പോൾ നമുക്കറിയാം 81ാം ജന്മദിനം എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രയോ 24 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നമ്മെ വിട്ടുപിരിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ചെറുപ്പകാലത്ത് തന്നെ ഒരുപാട് സംഭാവന ഈ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ അവസരത്തിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത് എന്നുള്ളത് നമുക്ക് ഏറെ ദുഃഖം നൽകുന്നു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മാധവറാവു സിന്ധ്യയെ പോലെയുള്ള ആ കരുത്തരായ മതേതരവാദികളുടെ ആ വേർപാട് ഇന്നത്തെ രാഷ്ട്രീയ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇന്ന് നമ്മുടെ രാജ്യത്തെ മതേതരത്തെയും ജനാധിപത്യത്തെയും ഇല്ലാതാക്കി കശപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം ഒരു മാധവറാവു സിന്ധ്യയെ പോലെയുള്ള ഒരു തികഞ്ഞ മതേതരവാദി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിരുന്നു. ട്രസ്റ്റ് ചെയർമാൻ K. പ്രമോദ് അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകൃതമായി 24 വർഷം പിന്നിട്ടിരിക്കുന്നു. 2002 ട്രസ്റ്റ് രൂപീകൃതമായത്. 2001 സെപ്റ്റംബർ 30 മാധവറാവു സിന്ധ്യ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവസാനമായി കണ്ണൂരാണ് കേരളത്തിൽ മാധവറാവു സിന്ധ്യ സന്ദർശിച്ചത്. 2021 മെയ് മാസം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ റാലിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം നൽകിയത്. ഇന്ന് അദ്ദേഹത്തിന്റെ 81ാം ജന്മദിനം ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഇതിൽ അനുസ്മരണ പ്രഭാഷണം നടത്താൻ ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവരെ ക്ഷണിക്കും. T. ജയകൃഷ്ണൻ, CT ഗിരിജ, ശ്രീജ മഠത്തിൽ, ജോഷി കണ്ടത്തിൽ, K. ബാലകൃഷ്ണൻ, TK അജിത്, കല്ലിക്കോടൻ രാകേഷ്, ഉഷാകുമാരി, ഷൈജ സജീവൻ, അനീഷ് മേനൂർ, ഹംസ ഹാജി, NV പ്രദീപ്, അനൂപ് ബാലൻ, ജോഷിൽ, KP ജിനു ജോൺ, P. വിനോദ് കുമാർ, വിഹാസ് അത്താഴക്കുന്ന, K. മോഹനൻ, അഡ്വക്കേറ്റ് ജെയ്സൺ തോമസ്, കൂക്കിരി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മാധവറാവു സിന്ധ്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.